ഇപ്പൊ മറ്റേ ലോറൻസ് റോഡിലോട്ട് പോകും. ഇവിടുന്ന് മറ്റേ ലെഫ്റ്റ് എടുത്തിട്ടേ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ആ റോഡിൽ കയറിയ പിന്നെ നേരെ അങ്ങ് പോയാൽ മതി. ഇവിടുന്ന് എങ്ങോട്ടാ? ഇവിടുന്ന് ലെഫ്റ്റ് അൻസാറിന്റെ വീട്ടിലേക്കാ. എനിക്കിന്ന് ജോലിയില്ലേ വാസിഫ് ബ്രോയ്ക്കണം? ഇല്ലല്ലോ, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. പക്ഷേ വാസിഫിന് ജോലി ശരിയായെന്ന് അറിയില്ല. ആസിഫൊക്കെ ലീവായിരിക്കും, സാറ്റർഡേ അല്ലേ? കിട്ടിയാ? Continue on Midland Avenue for 800 meters. എത്ര പൈസ കണ്ണടിക്കേണ്ടി വരും അർജുനെ? എത്ര പൈസ കണ്ണടിക്കേണ്ടി വരുമോ? ഇച്ചിരി അടിക്കേണ്ടി വരും. 10 രൂപ. നീ കിലോ സിൽവർ സ്പൂണിന്റെ ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കാം അല്ലേ? സിൽവർ സ്പൂൺ കയറിയില്ലേ? സിൽവർ സ്പൂണ് നമ്മൾ ബിരിയാണി വാങ്ങണം അൻസാറിനെ കൂട്ടിയിട്ട്. ഓ ശരി, അതിലങ്ങ് പോവാ. In 400 meters, turn right onto Lawrence Avenue East. Turn right onto Lawrence Avenue East. ഈ പമ്പ് കേട്ടിട്ട് കിടക്കാൻ പറ്റൂല. അതാ നോക്കി വരുന്നില്ല. ഈ കോളേജ് എങ്ങനെ അറിയോ? ടെക്നോളജി ഇതൊക്കെ നമ്മളെ നാട്ടിലെ സ്പേസ് ഇല്ലെങ്കിൽ അടുത്തു നമ്മുടെ നാട്ടില് ഉള്ള പീഡിന്റെ മുകളിലുള്ള കോളേജ് പോലെ. മനസ്സിലായ പ്രൈവറ്റ് കോളേജ് ഉണ്ടാവല്ലോ ഇഷ്ടം പോലെ, മാസ്റ്റേഴ്സ് മറ്റേതൊക്കെ പോലെ. പേരിനൊന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കോളേജ്. Continue on Lawrence Avenue East for 6 kilometers. നല്ലതല്ലേ? അധികം ആൾക്കാർ സെന്റിമെന്റല് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഉണ്ടല്ലോ അല്ല, അത്യാവശ്യം ക്യാഷ് ടീംസാണ്, നല്ല കോളേജ് എല്ലാം. ഒരു കോളേജ് അങ്ങ് തുടങ്ങിയിട്ടിട്ട് പോരെ, പുറത്തുനിന്നൊക്കെ ആൾക്കാരല്ലേ വേറെ രാജ്യത്തു നിന്നൊക്കെ. റെഗുലേഷൻ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അല്ല, സെന്റിനെല്ലാം സൂപ്പറാ. അതല്ല, ഗവൺമെന്റിന്റെ റെഗുലേഷൻ ഉണ്ടല്ലോ, അവരങ്ങനെ ഇങ്ങനെ കുട്ടികളെ ഇറക്കാൻ സമ്മതിക്കില്ല. അതൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ടാവും. പക്ഷേ ഒരു ഇതെല്ലാം കണ്ടില്ലേ, കോളേജ് ക്യാമ്പസ് ഒന്നും ഇല്ലല്ലോ. ഒരു കോളേജൊക്കെ ക്യാമ്പസും മറ്റേതൊക്കെ. പക്ഷെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ ബിൽഡിംഗ് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. അതിന് പിന്നെ ഇവിടെ ഇപ്പൊ ടൊറന്റോ യൂണിവേഴ്സിറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് ക്യാമ്പസ് ഒന്നും ഇല്ലല്ലോ. അല്ല, പക്ഷെ അതിങ്ങനെ ഓരോ ബിൽഡിങ്ങിന്റെ ഇപ്പൊ നാളെ ഞാനിങ്ങനെ ഡൗൺ ടൗണിൽ പോയപ്പോ ഇങ്ങനെ ഷുഹൈബ് താത്തന്റെ മോനെ മൂപ്പര് പറയാം, ഈ കാണുന്ന ബിൽഡിങ് ടൊറന്റോ യൂണിവേഴ്സിറ്റിന്റെ ഒരു എന്താ പറയാ ക്ലാസ്, അതായത് ഒരു സെക്ഷന്റെ ഇതാണ്. അതായത് നമ്മളെ നാട്ടിലെ പോലെ ഇപ്പോൾ ഫറൂഖ് കോളേജിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഇനി എന്താ അതെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പോൾ ടൊറന്റോ എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് കൺജസ്റ്റഡ് അല്ലേ, അതുകൊണ്ടായിരിക്കും ആ സെറ്റപ്പിൽ. എത്രയുണ്ടാ മൊബൈൽ പ്ലാനാ? മൊബൈൽ പ്ലാൻ എത്രയുണ്ടാ? എൻ്റെ മൊബൈൽ പ്ലാന് എത്ര അടവാ ചോദിക്കുന്നത്? 125 മൊത്തം നമ്മൾ അടക്കല്. 230, 115 ഫോണും കൂടെ എടുത്തോണ്ട് എല്ലാം കൂടി എടുത്തോണ്ട് രണ്ടാളെ ഫോണും 230 റുപ്യ അടവും. അപ്പൊ പിന്നെ എങ്ങനെ കോളിംഗ് ഒക്കെ എങ്ങനെയാ? കോളിംഗ് എല്ലാം അതിൽ എല്ലാം പെടും അതില്. കാനഡ US പ്ലാൻ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഇനി അവളെ US മാറ്റണം. അവൾക്ക് എയർപോർട്ടിൽ എത്തി നോക്കുമ്പോൾ ഒരു റേഞ്ചും ഇല്ല. അല്ല, റേഞ്ചില്ല, ഫോൺ വർക്ക് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഈ പൊട്ടൻ പറഞ്ഞ് അവനെ വിളിച്ചിട്ടൊന്ന് പറയണം, എല്ലാം വർക്ക് ചെയ്യൂ, നിങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിക്ക്. ഈ മാസം 24-ാം തീയതി ആയാലാണ് 4 മാസമാവും. 4 മാസം ആയാലും എന്തോ ഒരു സ്കീമിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ.
അപ്പൊ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ 4 മാസമായി, ഈ മാസം 24 4 മാസമേ ഉള്ളൂ. 2 വർഷത്തെ അടവല്ലേ. അപ്പോൾ ഒരുമിച്ച് പൈസ ക്ലോസ് ചെയ്താൽ പറ്റും. ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ വൈഫ് അവിടുന്ന് പുതിയ സിം എടുക്കുക. ഈ ഐഫോൺ എത്രയാ? 13 iPhone 14 Pro Max ഏറ്റവും ലേറ്റസ്റ്റ്. അവളെ iPhone 14 Pro, ഇത് Pro Max. ഇവിടെ വന്നിട്ട് ഐഫോണൊക്കെ എടുക്കാൻ പറ്റൂ. നാട്ടിൽ നിന്നാൽ ടോർച്ച് സെറ്റ് എടുക്കാൻ പറ്റൂ. നാട്ടിൽ നിന്നാൽ ഈ സാംസങ്ങിൻ്റെ ടോർച്ച് സെറ്റൊക്കെ എടുക്കാൻ പറ്റും. ഐഫോണിൻ്റെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ട്. ഇവിടെ നിന്നല്ല എത്ര പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഐഫോൺ അവിടെ എത്രയാ. ഇവിടെ നമുക്ക് ഒറ്റ പൈസ കൊടുക്കാണ്ട് കിട്ടും. രണ്ടാൾക്കും കൂടെ 125 അടയ്ക്കുന്നുണ്ട് അല്ലേ? 230. കുറച്ച് ഫോണിൻ്റെ അടവും കൂടിയാ, മനസ്സിലായ? 230. അതായത് നമ്മളിപ്പം കൊടുക്കണ രണ്ടാളും കൂടെ 40 എന്നുള്ള 80 ആണ് കൊടുക്കുന്നത്. മീൻസ് ഫോണല്ല, ഫോണില്ല, അതുകൊണ്ടാണ് പ്ലാൻ മാത്രമായിട്ട്. പ്ലാൻ മാത്രം അത്രേ ഉള്ളൂ. 35 ഉള്ളൂ. 35. 35-30 നാട്ടിലെ കോളിംഗ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. 5 തന്നെ. അതിൻ്റെ പേരുണ്ട്, എനിക്ക് മറന്നത്. 30-35 അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ 45 രൂപ സ്കീം ഉണ്ട് തന്നെ, അത് കട്ട് ചെയ്തിട്ടാണ് ഐഫോൺ എടുക്കുമ്പോൾ ഇതിലേക്ക് മാറ്റി തന്നത് അവന്. 30 അല്ല 35, അത് ഷുവർ. സർവീസ് പ്രൊവൈഡേഴ്സ് അറിയില്ല, അവര് എല്ലാം ചെയ്യും. പക്ഷേ എന്താ പറയുക, എനിക്ക് പിന്നെ ഫോൺ എടുത്തേക്ക് പിന്നെ അതിലെ സ്കീം മറ്റേതാക്കി മാസം എത്ര അടവ് അറിയില്ലാണ്ട് ബാക്കി നമ്മളങ്ങ് നോക്കലും പിടിക്കലൊന്നുമില്ല. വാട്സപ്പ് കോളാണ് നാട്ടിലൊക്കെ വിളിക്കൽ, നോർമൽ കോൾ അങ്ങനെ വിളിക്കില്ല. ഉമ്മാൻ്റെ ഒക്കെ ഉപ്പാൻ്റെ ഒക്കെ വാട്സപ്പിലാണ് വിളിക്കുക, മനസ്സിലാവും. അപ്പോൾ പിന്നെ അധികം നമ്മളങ്ങനെ നോക്കി നോക്കില്ല. പക്ഷെ ഫോണിൻ്റെ പൈസയാണ് കൂടുതൽ. ഇതിൽ 30 അല്ല 35, അതെനിക്ക് ഷുവറാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഷിഫ്റ്റ് നമ്മുടെ 2 പേരുടെ ഷിഫ്റ്റ് ഒരുമിച്ച്. ഇവന് വെറുതെ അപ്ലൈ ചെയ്തു ഷിഫ്റ്റ് ചേഞ്ച് ആവാൻ. എന്നിട്ടോ രാവിലെ ഇന്നലെ പറഞ്ഞ് ഇന്നെ കിട്ടി. രാവിലെ രാവിലെ തന്നെ എൻ്റെ ടൈമിന്. ഓ അങ്ങനെ. അതിൽ ഒറ്റ ദിവസം പിക്കൻ സ്റ്റേജ് എടുത്താൽ മതി അല്ലേ? എടുത്താൽ 40 മണിക്കൂറാക്കാം. 40 മണിക്കൂർ കൂടുതലാക്കാൻ പോകും. നമുക്ക് എത്ര മണിക്കൂറാ? 37 മണിക്കൂറാ? 56. 35 മണിക്കൂർ. 5 × 7 നേരം 35. 7 മണിക്കൂറാണോ കിട്ടുന്നത്? അല്ല, 5 × 7 35. പിന്നെ 1.5 മണിക്കൂർ അവര് ഈ ബ്രേക്കിന്റെ ഒക്കെ മൊത്തത്തിൽ 5 ദിവസം ആണെങ്കിൽ അരമണിക്കൂർ ബ്രേക്ക് ആണെങ്കിൽ എല്ലാം കൂട്ടിയിട്ട് അവർ 1.5 മണിക്കൂർ ഇട്ടതാ. അപ്പൊ 36 മണിക്കൂർ. 15 മിനിറ്റ് ബ്രേക്ക് അങ്ങനെയായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഇപ്പൊ പെയ്ഡ് ബ്രേക്ക് ഉണ്ട്. പെയ്ഡ് ബ്രേക്ക് ഉണ്ട്. ഇപ്പൊ 36 മണിക്കൂറാണ് കാൽക്കുലേഷൻ ചെയ്തിരുന്നാ. അല്ലേ 35 അല്ലേ പറ്റുമോ? 7 × 5. എപ്പോഴും 36 ആണോ? അത് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് 36 ആവുന്നതാണോ? 36 മണിക്കൂർ നമ്മളെ ജോബ് ഓഫർ ലെറ്റർ എല്ലാത്തിലും ഉള്ളത്. ആണോ? 36 മണിക്കൂർ. അത് നമ്മള് വീക്കിലി നിങ്ങളെ 14 hours പറയുമ്പോൾ എന്റെ പറയും 36 hours വീക്കിലി. അങ്ങനെയാണോ പറയുന്നത്? ആ